നമസ്കാരം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മുടെ കൊച്ചു കേരളം. എന്നാൽ ആഭിചാരക്രിയകൾ, അന്ധവിശ്വാസങ്ങൾ, ആൾക്കൂട്ട വിചാരണകൾ, അപ്രമാദിത്വം, അനുകമ്പയില്ലാത്ത പെരുമാറ്റം, മന്ത്രവാദം, തന്ത്രവാദം, മനുഷ്യക്കുരുതി, ദുർമന്ത്രവാദം, സ്വയം ഭഗവാനെന്ന് വിശേഷിപ്പിക്കൽ ഒക്കെ നമ്മുടെ സാക്ഷര കേരളത്തിൻ്റെ ഉൾക്കിടിലങ്ങളാണ്. സിദ്ധന്മാർ, സ്വാമിമാർ, വെളിച്ചപ്പാടുകൾ, പൂജാരിമാർ തുടങ്ങി ഒട്ടനവധി പേരുടെ പുണ്യ നാട്. ഇന്ന് നമുക്ക് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചുള്ള വിശകലനത്തിലേക്ക് 15/1/2025 രാവിലെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എന്ന ഗോപൻ സമാധിയായെന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ കല്ലറ കെട്ടി ഗോപൻ സ്വാമിയെ ബന്ധുക്കൾ സമാധി. ഗോപൻ സ്വാമിയുടെ തിരോധാനത്തിൽ നാട്ടുകാർ പ്രതികരിക്കുന്നു. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അച്ഛനെ സമാധിയിലാക്കി എന്നാണ് ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ പറഞ്ഞത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ ബന്ധുവായ വിശ്വംഭരൻ എന്നയാൾ മാൻ മിസ്സിംഗ് കേസിന് ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ഹൈക്കോടതി ഈ കേസിൽ ഇടപെടില്ലെന്നും പോലീസ് വേണ്ടത് ചെയ്യുമെന്നും ഉത്തരവിട്ടു. കല്ലറ പൊളിക്കുമ്പോൾ നെഞ്ചിന്റെ ഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതശരീരം. തർക്ക വിതർക്കങ്ങൾക്കൊടുവിൽ ഗോപൻ സ്വാമിയുടെ മൃതശരീരം കല്ലറ പൊളിച്ച് പുറത്തെടുത്ത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസുവിന്റെ നേതൃത്വത്തിൽ ഡെഡ് ബോഡി പരിശോധിക്കുന്നു. ഒരാഴ്ച പഴക്കം ചെന്ന മൃതശരീരത്തിന്റെ അരയ്ക്ക് താഴെ നശിച്ചു എന്നത്. ശരീരത്തിന്റെ ഓരോ ഭാഗവും പരിശോധിച്ചാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. ശരീരഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഡെഡ് ബോഡി വളരെയധികം അഴുകിയിട്ടില്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. ചന്ദനം, ഭസ്മം, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ഡെഡ് ബോഡി പെട്ടെന്ന് അഴുകാതിരുന്നു. കാര്യങ്ങൾ ഇതുവരെ ഒച്ചപ്പാടുകൾക്കിടവരുത്താതെ നടന്നു. എന്നാൽ ഇപ്പോഴും അവശേഷിക്കുന്ന 2 ചോദ്യങ്ങൾ. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണം കൊലപാതകമോ അഥവാ സമാധിയോ? തിരുവനന്തപുരം ഫോറൻസിക് ലബോറട്ടറിയുടെ രാസപരിശോധന റിപ്പോർട്ടിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലി മൃഗങ്ങൾ, നമ്മൾ വിധിയുടെ ബലി മൃഗങ്ങൾ. ന്യൂസ് ഡെസ്ക് ലോകം.